നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. എന്താണ് ഒരുപാട് ലെവലിൽ കൂട്ടാൻ പോവാണ് ഈ ഫേസ് 3 പോലുള്ള പ്രോജക്റ്റ് വെച്ചിട്ട്. അപ്പം നമ്മുടെ ആ ഒരു അട്രാക്റ്റീവ്നെസ് വളരെ നന്നായിട്ട് കൂടും. മൂന്നാം ഘട്ട വികസനത്തിനൊരുങ്ങി ഇൻഫോ പാർക്ക്. പദ്ധതി 600 ഏക്കറിൽ 25,000 കോടി രൂപയുടെ നിക്ഷേപം. രൂപയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 88.8 നിലവാരത്തിലെത്തി. സെബിയുടെ F&O മാറ്റങ്ങൾ ഒക്ടോബർ 1 മുതൽ. വിപണി ചാഞ്ചാട്ടത്തിൽ നിന്ന് നിക്ഷേപകരെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. തൊഴിലില്ലായ്മ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന മോർഗാൻ സ്റ്റാൻലി. ഇന്ത്യക്ക് അതിവേഗ വാർഷിക വളർച്ച ആവശ്യമാണെന്ന് മുന്നറിയിപ്പ്. താരിഫ് ആഘാതത്തെ മറികടക്കാൻ കയറ്റുമതി മേഖലയ്ക്ക് ആശ്വാസവുമായി കേന്ദ്ര സർക്കാർ. കയറ്റുമതി പ്രോത്സാഹന പദ്ധതി 2026 നീട്ടി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 97 പോയിന്റ് താഴ്ന്ന് 80,267-ലും നിഫ്റ്റി 23 പോയിന്റ് താഴ്ന്ന് 24,611-ലും ക്ലോസ് ചെയ്തു. വിശദവിവരങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ജാസ്മിൻ, എന്താണ് ഇന്നത്തെ വിശദാംശങ്ങൾ? ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത ലെവല് ഇന്ന് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്ലി എക്സ്പയറി കൂടിയായിരുന്നു. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ചെയ്ത ലെവല് 24,691 എന്നുള്ളതായിരുന്നു. അവിടെ നിന്നും 24,731 എന്നുള്ള ഒരു ഡേ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു റേഞ്ചിനകത്ത് നിന്നുകൊണ്ട് നിഫ്റ്റി ത്രൂ ഔട്ട് ദ ഡേ ട്രേഡ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. 24,587 എന്നുള്ളതായിരുന്നു ഒരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത്. ക്ലോസിംഗിലേക്ക് വരുന്ന സമയത്ത് 24,600 എന്നുള്ള ഒരു നിലനിർത്തിക്കൊണ്ട് വളരെ ഫ്ലാറ്റ് നോട്ടിലാണ് ഒരു ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 8 കോൺസിക്യൂട്ടീവ് സെഷനുകളിലെ ഇടിവാണ് നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എഗെയിൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി അപേക്ഷിച്ച് ഒരു അല്പം കൂടി മുന്നേറ്റം ഉണ്ടായിരുന്നു ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ. അതിന് തീർച്ചയായിട്ടും ഒരു സ്റ്റെല്ലർ പെർഫോമൻസ് നൽകിക്കൊണ്ട് മികച്ച സംഭാവന നൽകിയിരിക്കുന്നത് PSU ബാങ്ക് ഇൻഡെക്സ് തന്നെയാണ്. PSU ബാങ്ക് ഇൻഡെക്സ് 1% കൂടുതലുള്ള ഒരു നേട്ടം ത്രൂ ഔട്ട് ദ ഡേ തന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കോൺസിക്യൂട്ടീവ് സെഷനുകൾ പരിശോധിക്കുന്ന സമയത്തും PSU ബാങ്ക് ഇൻഡെക്സിന്റെ ഒരു വ്യക്തമായ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഒരു സപ്പോർട്ടീവ് ഫാക്ടറായിട്ട് നിലകൊണ്ടു എന്ന് തന്നെ പറയാം. PSU ബാങ്ക് ഇൻഡെക്സിന്റെ സപ്പോർട്ട് പ്രകാരം 174 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി സെൻസെക്സിലേക്ക് വരുന്ന സമയത്ത് വളരെ ഫ്ലാറ്റാണ്. സെൻസെക്സും പ്രകടനം ത്രൂ ഔട്ട് ദ ഡേ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ ഇന്ന് 1% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മീഡിയ ഇൻഡെക്സ് ആണ്. അതിനപ്പുറത്തേക്ക് 1% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് മെറ്റൽ സൂചികയാണ്. ഇനി വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമുക്ക് ഓട്ടോ ഇൻഡെക്സിൽ നിന്നും. ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും വ്യാപാരം നഷ്ടത്തിലാണ് അവസാനിപ്പിച്ചത്. ജാസ്മിൻ ജമാലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. വികസന കുതിപ്പിൽ കൊച്ചി ഇൻഫോ പാർക്ക്. മൂന്നാം ഘട്ട വികസനത്തിന് തുടക്കമിട്ടെന്ന ഇൻഫോ പാർക്ക് CEO സുശാന്ത് കുറുന്തിൽ അറിയിച്ചു. 600 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് പദ്ധതി. സ്ഥലമെടുപ്പിൻ്റെ ചുമതല GCDA ഏറ്റെടുത്തു. പ്രദേശവാസികൾക്ക് സ്ഥലം നഷ്ടമാകാത്ത വിധത്തിലാകും പദ്ധതി നടപ്പാക്കുക. 25,000 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇൻഫോ പാർക്ക് CEO വ്യക്തമാക്കി. 2 ലക്ഷം എംപ്ലോയ്മെന്റ് ആണ്. ഇൻഡയറക്റ്റ് അത് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ആണ്. ഇൻഡയറക്റ്റ് നോർമലി ഒരു 1:3 ആണ് പറയാം. അപ്പോൾ 2 ലക്ഷം വരുമ്പോൾ 6 ലക്ഷം വരെ വരാം. പക്ഷെ നമ്മൾ കൺസർവേറ്റീവ് ആയിട്ട് 4 ലക്ഷം എന്നാണ് ഇപ്പോൾ നമ്മുടെ കണക്കുകളിലൊക്കെ പറയുന്നത്. കോമൺ ഏരിയ ഇൻവെസ്റ്റ്മെന്റ് അത് ഇൻഫോ പാർക്കിൻ്റെതായിരിക്കും പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള റോഡ്, പവർ, വാട്ടർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫോ പാർക്കായിരിക്കും പ്രൈമറിലി ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ ഈ ഒരു എന്താണ് മാസ്റ്റർ പ്ലാനൊക്കെ ചെയ്ത് ഡീറ്റെയിൽ പ്രപ്പോസൽ വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വോളിയം നമുക്ക് മനസ്സിലാവുക. അത്
കൊച്ചിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയധികം ഡെവലപ്ഡ് ആണെന്ന് നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് പല GCC ലീഡേഴ്സും പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ലെവലിൽ കൂട്ടാൻ പോവാണ് ഈ phase 3 പോലുള്ള പ്രോജക്റ്റ് വെച്ചിട്ട്. അപ്പം നമ്മുടെ ആ ഒരു അട്രാക്റ്റീവ്നെസ് വളരെ നന്നായിട്ട് കൂടും. രൂപയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 88.8 നിലവാരത്തിലെത്തി. 89 നിലവാരത്തിനടുത്തേക്ക് രൂപ കൂപ്പുകുത്തുന്നത് ആദ്യമായാണ്. ട്രംപിന്റെ താരിഫ് ആഘാതവും വിസ ഫീ വർധനയും രൂപയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. H1B വിസ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് ഇന്ത്യൻ IT കമ്പനികളുടെ വരുമാനത്തെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടാക്കി. ബ്രാൻഡഡ് പേറ്റന്റ് മരുന്നുകൾക്ക് 100% തീരുവ ചുമത്താനുള്ള തീരുമാനവും പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇത് രാജ്യത്തെ ഫാർമ കയറ്റുമതിയെ ബാധിച്ചേക്കാം. എണ്ണക്കമ്പനികൾ ഉൾപ്പെടെയുള്ള ഇറക്കുമതിക്കാരിൽ നിന്ന് ഡോളറിന് വൻതോതിൽ ഡിമാൻഡ് ലഭിച്ചതും രൂപയെ വലച്ചു. ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപം കൊഴിയുന്നതും വെല്ലുവിളിയാണ്. കഴിഞ്ഞയാഴ്ച രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലവാരമായ 88.79 റിസർവ് ബാങ്കിന്റെ ഇടപെടൽ കൂടുതൽ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചിരുന്നു. വിപണിയിലെ അസ്ഥിരത നിയന്ത്രിക്കാൻ RBI വിദേശ കരുതൽ ശേഖരം വിറ്റഴിച്ചായിരുന്നു ഇടപെടൽ നടത്തിയത്. അതേസമയം മൂല്യത്തിൽ ഇനിയും ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെബിയുടെ F&O മാറ്റങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ. വിപണി ചാഞ്ചാട്ടത്തിൽ നിന്ന് നിക്ഷേപകരെ സംരക്ഷിക്കുകയാണ് നിയമമാറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് സെബി നടപ്പിലാക്കുന്നത്. ഇതുവരെ മാർക്കറ്റ് വൈഡ് പൊസിഷൻ ലിമിറ്റ് ട്രേഡിംഗിന് ലഭ്യമായ ഓഹരികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. എന്നാൽ ഇനി മുതൽ വിപണിയിൽ ഓഹരി എത്രത്തോളം ട്രേഡ് ചെയ്യുന്നു എന്നതുകൂടി പരിഗണിക്കും. അതായത് ഓഹരികളുടെ എണ്ണം മാത്രം കണക്കിലെടുത്തിരുന്നപ്പോൾ ട്രേഡിംഗ് നടക്കാത്ത ഓഹരികളുടെ അളവ് നിക്ഷേപകന് അറിയാൻ സാധിച്ചിരുന്നില്ല. ഉദാഹരണത്തിന്, ഒരു ഓഹരി വിൽക്കാനും വാങ്ങാനും അധികം ആളില്ലെന്ന് കരുതുക. എന്നാൽ ഓഹരിയുടെ എണ്ണത്തിലെ വർധന കണ്ട് F&O പൊസിഷൻ വലിയ പരിധിയിലെടുക്കാൻ നിക്ഷേപകർ തയ്യാറാവും. ഇത് ഓഹരി വിലയിലെ തട്ടിപ്പിലേക്ക് വഴിവെക്കുമെന്നാണ് സെബിയുടെ നിരീക്ഷണം. ഇതിന് പരിഹാരമായാണ് ഓഹരിയുടെ വാങ്ങൽ വിൽക്കൽ കണക്കുകൂടി പരിഗണിച്ച് മാർക്കറ്റ് വൈഡ് പൊസിഷൻ ലിമിറ്റ് ക്രമീകരിക്കാൻ സെബി തീരുമാനിച്ചത്. അതുപോലെ ഒരു ഓഹരിയുടെ മൊത്തം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ പൊസിഷനുകൾ മാർക്കറ്റ് വൈഡ് പൊസിഷൻ ലിമിറ്റിന്റെ 95% എത്തുമ്പോൾ ആ ഓഹരിയുടെ ഇടപാട് താൽക്കാലികമായി സെബി മരവിപ്പിക്കാറുണ്ട്. എങ്കിലും ചിലപ്പോഴെങ്കിലും പരിധി ഉയർത്താൻ നിക്ഷേപകർക്ക് അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഇനി ഇത്തരം അവസരം ലഭിക്കില്ല. വിപണി ചാഞ്ചാട്ടത്തിൽ റിസ്ക് ഉള്ള പൊസിഷനുകൾ എടുക്കുന്നതിൽ നിന്ന് നിക്ഷേപകരെ തടയുന്നതിനാണ് ഈ നീക്കം. നേരത്തെ എക്സ്ചേഞ്ചുകൾ ട്രേഡിംഗ് അവസാനിപ്പിച്ച ശേഷമാണ് പൊസിഷനുകൾ പരിശോധിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ തത്സമയ നിരീക്ഷണമാണ് സെബി നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയെന്ന് മോർഗൻ സ്റ്റാൻലി. ഇത് മറികടക്കാൻ ഇന്ത്യക്ക് 12.2% അതിവേഗ വാർഷിക വളർച്ച ആവശ്യമാണെന്ന് മുന്നറിയിപ്പ്. യുവാക്കളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള തൊഴിൽ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല. കടുത്ത തൊഴിൽ ക്ഷാമമാണ് രാജ്യം നേരിടുന്നത്. ജൂണിൽ 7.8% വളർച്ചയുണ്ടായിട്ടും 84 ദശലക്ഷം തൊഴിലന്വേഷകർ രാജ്യത്തുണ്ടായി. ഇതിനൊപ്പം വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യം, ദുർബലമായ വ്യാവസായിക വളർച്ച, US താരിഫുകൾ, വിസ ചെലവുകൾ, ഓട്ടോമേഷൻ അപകട സാധ്യതകൾ എന്നിവ തൊഴിൽ ക്ഷാമം ഉയർത്താമെന്നും മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ലെന്നാണ് മോർഗൻ സ്റ്റാൻലി സാമ്പത്തിക വിദഗ്ധനായ ചേതൻ അഹ്യ പറയുന്നത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ തൊഴിൽ വിപണി വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് 17.6%. ഇത് മേഖലയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. അതേസമയം കൃഷിയിലേക്കുള്ള തൊഴിലാളികളുടെ കുതിച്ചുചാട്ടം കാർഷിക തൊഴിലവസരങ്ങളെ 17 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് തള്ളിവിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താരിഫ് ആഘാതത്തെ മറികടക്കാൻ കയറ്റുമതി മേഖലയ്ക്ക് ആശ്വാസവുമായി കേന്ദ്ര സർക്കാർ. കയറ്റുമതി പ്രോത്സാഹന പദ്ധതി 2026 നീട്ടി. കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ തീരുവയും ഡ്യൂട്ടിയും ഒഴിവാക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നീട്ടിയത്. അടുത്ത വർഷം മാർച്ച് മാസം വരെയാണ് മേഖലയ്ക്ക് ഈ ആശ്വാസം ലഭിക്കുക. 10,000-ലധികം ഉൽപ്പന്നങ്ങളുടെ നികുതി ഇതുപ്രകാരം കയറ്റുമതിക്കാർക്ക് തിരികെ നൽകും. 1 മുതൽ 4% റിബേറ്റുകളാണ് പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം കൂടുതൽ പദ്ധതികൾ മേഖലയ്ക്കായി വരുന്നുണ്ടെന്നാണ് വാണിജ്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. കയറ്റുമതി പ്രോത്സാഹന ദൗത്യം, പ്രത്യേക സാമ്പത്തിക മേഖലാ ഭേദഗതികൾ എന്നിവ പരിഗണനയിലാണ്. US-ന്റെ തീരുവ നീക്കത്തെ നേരിടാൻ തന്നെയാണ് ഈ പദ്ധതികളും വരുന്നത്. വാണിജ്യ വ്യവസായ മന്ത്രാലയങ്ങൾ 25,000 കോടി രൂപയുടെ കയറ്റുമതി പ്രോത്സാഹന ദൗത്യം തയ്യാറാക്കുന്നുണ്ടെന്നാണ് വിവരം. വ്യാപാര, സാമ്പത്തികം, നിയന്ത്രണങ്ങൾ, മാനദണ്ഡങ്ങൾ, വിപണി പ്രവേശനം എന്നീ മേഖലകളിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകും.
ബ്രാൻഡ് ഇന്ത്യയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കൽ, ഇ-കൊമേഴ്സ് ഹബ്ബുകൾ, വെയർഹൌസുകൾ വ്യാപകമാക്കൽ തുടങ്ങിയവയിലൂടെ വ്യാപാരം സുഗമമാക്കാനുള്ള പദ്ധതികളും അണിയറയിൽ തയ്യാറാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം കേരള വാർത്തകൾ. കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡായ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് വിപണിയിൽ. രാത്രികാല ബ്രഷിംഗ് ഒരു സംസ്കാരമായി തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ടൂത്ത് പേസ്റ്റ് ബ്രാൻഡാണ് വില്ലി വൈറ്റ്. ബ്രഷ് ബിഫോർ ബെഡ് എന്ന സന്ദേശത്തെ ആസ്പദമാക്കിയാണ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് വിപണിയിലെത്തിയിരിക്കുന്നത്. നടൻ മോഹൻലാലാണ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് എന്ന കാൽസ്യ ഘടകമാണ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെ പ്രത്യേകത. ഇത് പല്ലുകളിൽ നിന്ന് നഷ്ടപ്പെടുന്ന കാൽസ്യം തിരിച്ചെത്തിച്ച് പല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു കമ്പനി ഇത് ഉപയോഗിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജിജു ജോൺ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി വില്ലി വൈറ്റ് മാർക്കറ്റിലുണ്ട്. എങ്കിലും ഞങ്ങളിപ്പോൾ 2 പുതിയ കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ഒന്ന്, ഞങ്ങളുടെ ഹൈഡ്രോക്സി അപ്പിറ്റൈറ്റ്, അതായത് ആക്റ്റീവ് കാൽഷ്യം എന്നുള്ള ടൂത്ത് പേസ്റ്റാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആക്റ്റീവ് കാൽഷ്യം നമ്മളുടെ നഷ്ടപ്പെട്ട കാൽഷ്യത്തിനെ റീഡെപ്പോസിറ്റ് ചെയ്ത് പുതിയ രീതിയിൽ തന്നെ കൊണ്ടുവരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ദാദാ ഫാൽക്കെ അവാർഡ് ജേതാവായ ലാൽ സാറാണ് നമ്മുടെ ഈ ബ്രാൻഡ് അംബാസിഡറായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഇൻറ്റഗ്രിറ്റിയും ട്രസ്റ്റും ഡെഫിനറ്റായിട്ട് ഈ ടൂത്ത് പേസ്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. സോ ഹൈഡ്രോക്സി അപ്പിറ്റേറ്റ് വളരെ കുറച്ച് ടൂത്ത് പേസ്റ്റുകളെ വേൾഡിൽ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. എങ്കിലും ഇന്ത്യയിൽ, എസ്പെഷ്യലി കേരളത്തിൽ, നമ്മളാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വ്യത്യസ്തമായ ബ്രാൻഡിംഗ് തന്ത്രങ്ങൾ, ശക്തമായ മാർക്കറ്റിംഗ് ടീമും മോഹൻലാലിന്റെ അവതരണവും ചേർന്ന് വില്ലി വൈറ്റ് വിപണിയിൽ ശക്തമായ സ്ഥാനമുറപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജിജു ജോൺ, ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ഗോപ്സ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണ്ണവില ഉച്ചയോടെ താഴ്ന്നു. രാവിലെ പവന് 1040 രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഉച്ചയോടെ 640 രൂപയായി കുറഞ്ഞു. 86,120 രൂപയാണ് വില താഴ്ന്നത്. രാവിലെ പവന് 86,760 രൂപയായിരുന്നു വില. 87,000 കടന്നും കുതിക്കുമെന്ന് പ്രതീതി സൃഷ്ടിച്ച സ്വർണ്ണവിലയാണ് തിരിച്ചിറങ്ങിയത്. ഗ്രാമിന് 80 രൂപയാണ് കുറഞ്ഞത്. 10,765 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ പുതിയ വില. വെള്ളി വിലയിലും ഇന്ന് വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 3 രൂപ വർദ്ധിച്ച് 153 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.